ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇപ്പോൾ ഒരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നെഗറ്റീവ് കാര്യങ്ങൾ പറയും ചിലപ്പോൾ റീഡിങ്ങിൽ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓറക്കിൾ കാർഡ് കിട്ടിയിരിക്കുന്നത് കിസ്സസ് ആൻഡ് അബണ്ടൻസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ കിസ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺകണ്ടീഷണൽ ലവ്, ഗീവിങ് ആൻഡ് റിസീവിങ്, അഫെക്ഷൻ, ഫാളിങ് ഇൻ ലവ്, ഇതൊക്കെയാണ് കിസ്സസ്. പരസ്പരം അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അബണ്ടൻസ് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി പലതും മാനിഫെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പലതും മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാക്ട്ലി നമുക്ക് എന്താണോ ആവശ്യം അത് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും ബ്ലെസ്ഫുള്ളോടുകൂടിയും ചെയ്യുക. മൂന്നാമത്തത് എനിക്കൊരു സ്നേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പരസ്പരമുള്ള സ്നേഹത്തിനിടയിൽ ഒരു സ്നേക്കുണ്ട്, ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഒരു എനിമി ഉണ്ട്. ആ എനിമി ഭയങ്കര ക്ലെവറായിട്ടുള്ളൊരു എനിമിയാണ്, കുറച്ച് പ്രശ്നമുള്ളൊരു എനിമിയാണ്. ലുക്ക് ഓവർ യുവർ ഷോൾഡർ എന്നാണ് പറയുന്നത്. എനിമി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഷോൾഡറിൻ്റെ മുകളിലൂടെ വാച്ച് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു വിമനാണ്. ഓക്കെ, ഒരു വിമനാണ് എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തത് ലൈറ്റ്നിങ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. ലൈറ്റ്നിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. ഒരു ഷോക്കിംഗ് ന്യൂസ് നിങ്ങൾ ചിലപ്പോൾ കേൾക്കാനിടയാവും, ഒരു സർപ്രൈസ്. ഓക്കെ, ഒരു ട്രാൻസ്ഫർമേഷൻ ഉടനെ തന്നെ ഉണ്ടാകും എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓറക്കിൾ കാർഡ് കഴിഞ്ഞു. ടാരോട്ട് കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ടാരോട്ട് കാർഡിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഇതിൽ ഒരു മാലാഹ, വൈറ്റ് ഡ്രസ് ഇട്ടൊരു മാലാഹ ഒരു 2 പാത്രത്തിലോട്ട് ഒരു വാട്ടർ പോലത്തെ ഒരു കാര്യം ബാലൻസ് ചെയ്യുന്ന ഒരു പടമാണിത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ലൈഫ് ഇപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും ബാലൻസ് ആയിട്ട് പോകുന്നുണ്ട്, വളരെ ഹാർമണിയസ് ആയിട്ട് പോകുന്നുണ്ട്, സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫാണിപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിനകത്ത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വളരെ വലിയ ചേഞ്ച് വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ചേഞ്ചാണ് വരുന്നത്. ആ ചേഞ്ച് വരുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ച് ഇത് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നതിന് പകരം ചേഞ്ച് വന്ന ഉടനെ ജമ്പ് ആൻഡ് സീസ് ദ മൊമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ജെമിനി ആൻഡ് സഗിറ്റാരിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. മൂന്നാമത്തെ കാർഡ് 5 ഓഫ് വാൻഡ്സ് ആണ്. 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ കുറച്ച് ക്ലാഷസ്, ഈഗോസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ തന്നെ ആളുകളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ ഇല്ലായ്മ, അതുപോലെ ലാക്ക് ഓഫ് കൺട്രോൾ, സ്ട്രൈക്സ്, ക്യാവോസ് ഒക്കെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ അവരവരുടെ കാര്യം പൊക്കിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് വേണ്ടത്. എല്ലാവരും അവരവരെ വാൺസ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും എൻ്റെ കാര്യം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് മത്സരിക്കുന്നത്. ഒരു കോപ്പറേഷൻ ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കോൺഫ്ലിക്റ്റ്, ഡിസഗ്രിമെൻറ്റ്സ്, കോമ്പറ്റീഷൻ, ടെൻഷൻ, ഇതൊക്കെയാണ് 5 ഓഫ് വാൻഡ്സ് വരുമ്പോഴുള്ള എനർജി. അടുത്തത് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടിരിക്കണം.
നിങ്ങളുടെ വെൽത്ത് കൺട്രോൾ ചെയ്യണം. വെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത കാർഡ് ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ കാർഡാണ്. ക്യൂൻ ഓഫ് വാൺസ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, എത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള സമയമാണെങ്കിൽ പോലും അവിടെയും നിങ്ങളെ ലൈഫ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കണം. ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ നേരിടണം. ക്രിയേറ്റീവായിട്ടിരിക്കണം. ഓരോ കാര്യങ്ങളും ആ കാര്യങ്ങളുടെ അവസാനം മുതൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അതിന് തൊട്ടടുത്ത് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ഓഫ് കപ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടി ഉള്ള 2 ആളുകൾ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്ണർഷിപ്പിലാണ്. ഓക്കെ, എന്തെങ്കിലും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ട് മ്യൂച്വൽ ബെനിഫിഷ്യലായിട്ട് മുന്നോട്ട് പോകുന്ന 2 പേരെ ഇവിടെ നമുക്ക് കാണാം. ക്യാൻസറാണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അവസാനത്തെ കാർഡെന്ന് പറയുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേടികളുണ്ടെങ്കിൽ, ആൻസൈറ്റീസ് ഉണ്ടെങ്കിൽ, അതെല്ലാം കറേജിയസ് ആയിട്ടും ഡെയറിങ് ആയിട്ടും നേരിടുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ സ്കിൽസും ഉണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക. ഇന്നർ വറീസ് മാറ്റിവെക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. വിജയം നിങ്ങളുടേതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു ആൻഡ് ബൈ.